സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സ്ഥാപന ജീവനക്കാരൻ അജിത് കട ഉടമയുടെ നേതൃത്വത്തിൽ പി.ജി. പോലീസിന് പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മറ്റൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട് തിരുപ്പൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 42 വീടുകൾ കത്തിനശിച്ചു. എം.ജി.ആർ. നഗറിലെ പുളിയംതോടത്താണ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകൾക്കാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 2:45ഓടെയാണ് അപകടമുണ്ടായത്. പാചകവാത സിലിണ്ടറിലെ ലീക്കിനെ തുടർന്നാണ് തീപിടുത്തം. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കായി തീ പടർന്നതോടെ 9 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. വീടുകൾ വാടകയ്ക്ക് നൽകിയ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് 42 വീടുകൾ കത്തിനശിച്ചത്. എം.ജി.ആർ. നഗറിലെ പുളിയംതോടത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകൾക്കാണ് ഉച്ചയ്ക്ക് 2:45ഓടെ അപകടമുണ്ടായി തീപിടിച്ചത്. പാചകവാത സിലിണ്ടറിലെ ലീക്കിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കായി തീ പടർന്നതോടെ 9 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വീടുകൾ വാടകയ്ക്ക് നൽകിയ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേശീയ പണിമുടക്കിൽ കൊല്ലത്ത് സമരാനുഭാവികൾ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചു. സർവീസ് നടത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് വന്ന ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. അതിനകത്ത് ഒരു നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാൾ നമ്മളെ സ്റ്റാഫാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാൾ. തല്ലിയെന്ന് പറഞ്ഞാൽ അവരിന്ന് പണിമുടക്കാൻ്റെ സർവീസ് നടത്താൻ പറഞ്ഞതല്ലോ. പത്തനംതിട്ട അടൂരിൽ ദേശീയ പണിമുടക്ക് ദിവസം ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിച്ച KSRTC ഡ്രൈവർ. പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിച്ചത്.